ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് വലിയൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 1.22%, S&P 1.33%, നസ്ഡാക്ക് 1.76% പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. അതായത് 531 പോയിൻറ്റ്, ഡൗ ജോൺസും 83 പോയിൻറ്റ്, S&P 366 പോയിൻറ്റ്, നസ്ഡാക്കും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു, 57 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ്. മിക്കവാറും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു എൻഗൾഫിംഗ് ആണ്. കഴിഞ്ഞ ദിവസത്തെ, അതായത് വെള്ളിയാഴ്ചത്തെ ഈ ഒരു ക്യാൻഡിലിനെ ഫുള്ള് എൻഗൾഫിംഗ് ചെയ്തുകൊണ്ടാണ് ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത് വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഒരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ ഡേ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രധാനമാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷിലാണുള്ളത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ജൂൺ 30-ന് ശേഷം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മിക്കവാറും ഒരു മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ലോവർ ടൈം ഫ്രെയിമിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് 24,683 മുകളിൽ, ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന 24,782 പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് അവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഈ ഒരു റേഞ്ചിൽ. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,770 ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 24,780 ആ പഴയൊരു ഏരിയ തന്നെയാണ്. 24,780 അയ്യോ 24,780 ഓക്കെ. 24,780 ഒരു സ്ട്രോങ് റിജക്ഷനുള്ള സാധ്യതയുണ്ട്. 24,780 മുകളിലോട്ട് 15 മിനിറ്റ്സിൻ്റെ ഒരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് എൻട്രി എടുക്കാം. 24,780 കൃത്യമായിട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടണം. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 870 ഈ ഒരു ലെവൽ തന്നെയാണ്. മെനഞ്ഞാന്ന് തന്നിട്ടുള്ള ലെവൽ തന്നെയാണ് 24,780 870. ഓക്കെ, ഇത് മുകളിലോട്ടുള്ള 2 ലെവൽസാണ്. അതായത് 780 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 870 ടാർഗറ്റ് വയ്ക്കാം. ഈ ഒരു ഒറ്റ ലെവലേ ഉള്ളൂ. രണ്ടാമതൊരു ലെവല് കൂടി ഓക്കെ 924 വരെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എവിടെ വേണമെങ്കിലും ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. 24,870-നും 924-നും ഇടയ്ക്ക് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രൈസ് ആക്ഷൻ അനുസരിച്ച്
പ്രൈസ് ആക്ഷൻ അനുസരിച്ച് 886 തൊട്ട് 986 വരയ്ക്കും 75 മിനിറ്റ്സിൻ്റെ സപ്ലൈ സോണുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സപ്ലൈ സോണാണ്. 24,886 തൊട്ട് 24,956 വരയ്ക്കും സപ്ലൈ സോണാണ്. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്നൊരു മുകളിലോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇവിടെ എൻട്രി എടുക്കുന്നവർ ശ്രദ്ധിച്ചെടുക്കണം. ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും നമുക്കൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ട് പാറ്റേണിൽ 5 മിനിറ്റ്സിൻ്റെ ചാർട്ട് പാറ്റേണിൽ ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എവിടെ ആണെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ വരാം, താഴോട്ട് എൻട്രി നോക്കാം. അപ്പോൾ 24,870 മുകളിൽ കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും എപ്പോൾ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. അപ്പം 24,870 മുകളിൽ എൻട്രി കൃത്യമായിട്ടൊരു അപ് ട്രെൻഡിൻ്റെ ഒരു സിഗ്നൽ ലൈവ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 870 മുകളിൽ എൻട്രി എടുക്കുന്നത് റിസ്ക് കൂടുതലാണ്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,647 ആ ലെവൽ തന്നെയാണ്. ഇത് താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടണം. 24,870 താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. 535 550 ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, 550 താഴോട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റാണ്. ഇതും 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 460 അത് ലെവൽസ് മാറ്റമില്ല, ഇത് തന്നെയായിരിക്കും ടാർഗറ്റ് വരുന്നത്. അപ്പം കൃത്യമായിട്ട് നോക്കുക. മാർക്കറ്റ് ഇന്നലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഈ ഒരു ബോട്ടത്തിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബൈയിങ് പ്രഷറിനുള്ള സാധ്യതയുണ്ട് താഴെ നിന്നും. കാരണമെന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ലെവൽ 462 വരുന്ന ഒരു ലെവൽ. ഈ ഒരു ലെവൽ മുകളിലോട്ട് ഒരു സപ്പോർട്ടിനുള്ള സാധ്യതയാണുള്ളത്. അപ്പം മുകളിലോട്ട് മാർക്കറ്റ് 24,600 24,400 450 റേഞ്ച് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ താഴോട്ട് മാർക്കറ്റ് വീഴാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 23,700 വരയ്ക്കും 23,700 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇന്നലെയൊക്കെ സപ്പോർട്ട് എടുത്ത് ഏരിയ പൊട്ടുകയാണെങ്കിൽ മാത്രം. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ 2,567 കോടി സ്റ്റോക്ക് FIS സെല്ലിങ്ങും DIS 4,386 കോടിക്ക് ബൈയിങ്ങുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 1.68 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 46,000 കോൾ ഓപ്ഷനും സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷൻ ബൈയിങ്ങും കോൾ ഓപ്ഷൻ സെല്ലിങ്ങുമാണ്. ഫ്യൂച്ചേഴ്സ് സ്ട്രോങ് സെല്ലിംഗ് തന്നെയാണ്. FIS പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. 2.29 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 2.29 ലാക്കും 1.44 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സ് ബൈയിങ് തന്നെയാണ്. ക്ലൈൻറ്റ് രണ്ടും സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷൻ 4.22 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 97,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും സെല്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് ബൈ തന്നെയാണ്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് സാധ്യതയുണ്ട്. ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ തിങ്കളാഴ്ചത്തെ ലെവൽസ് നമ്മൾ ഏറ്റവും മുകളിൽ തന്നിരുന്ന ലെവൽസ് 24,703 24,722 ആയിരുന്നു. മാർക്കറ്റ് അവിടെ തന്നെയാണ്. ഏകദേശം അവസാനത്തെ രണ്ടാമത്തെ സെഷൻ ഫുള്ള് അവിടെ നിന്ന് സ്ട്രോങ് ഒരു റിജക്ഷൻ വരുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ നേരത്തെ 75 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ
മിക്കവാറും ഒരു 24,800-900 റേഞ്ച് മാർക്കറ്റ് ഒരു വീണ്ടും അവിടുന്ന് ഒരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഇത് പി എസ്ഡ് ആവുന്നത്? ഈ സോൺ എപ്പോഴെങ്കിലും പി എസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ താഴെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിമാൻഡ് സോൺ നോക്കിയിട്ട് മാർക്കറ്റ് മുകളിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചേഴ്സ് വേണമെങ്കിൽ മന്ത്ലി എക്സ്പയറിയിൽ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം. ഇത് പി എസ്ഡ് ആവണം. ഈ ഒരു സോൺ പി എസ്ഡ് ആയിട്ടാണ് തിരിച്ച് താഴോട്ട് വരുന്നതെങ്കിൽ താഴെ എവിടെയാണോ ഒരു സ്ട്രോങ് ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് പി എസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ 24,886 24,956 വരുന്ന ഇതിൻ്റെ സപ്ലൈ സോണ് മുകളിലോട്ട് പി എസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിവേഴ്സിനുള്ള ഒരു കൺഫർമേഷനായിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു ഹൈ കൂടെ ബ്രേക്കൗട്ട് കിട്ടണം. ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടി പിന്നെ അടുത്ത് ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ട്രെൻഡ് മാറാനുള്ള സാധ്യത വളരെ. ഓക്കെ, ഇന്നത്തെ സി പി ആർ വന്നിട്ട് വൈഡ് സി പി ആർ ആണ് വരുന്നത്. ഏകദേശം 24,685 തൊട്ട് 697 വരെയാണ് സി പി ആർ വരുന്നത്. സി പി ആറിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. അഥവാ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ 24,773 24,788 തന്നെ ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസിനോട് ചേർന്നിട്ടാണ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിൽ ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി എടുക്കാം. 24,773 മുകളിൽ 15 മിനിറ്റ്സിൻ്റെ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സി പി ആറിലോട്ട് വരും. ഇനി താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ സി പി ആർ നോക്കുക. 24,697 24,682 ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നോക്കാം. വൈഡ് സി പി ആർ ആയതുകൊണ്ട് തന്നെ സി പി ആറിനുള്ളിൽ എവിടെ വേണമെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും. തൊട്ട് താഴെ വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് 24,623 606. ഇതിൽ ഒരു റിവേഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു 15 മിനിറ്റ്സിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ നോക്കുക. 24,623 24,606 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടിയേക്കും. 24,505 24,487 ആയിരിക്കും മുകളിലത്തെ ടാർഗറ്റ്. അതുപോലെ തന്നെ മുകളിൽ 24,773 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൽ മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,853 24,867 നോക്കുക. ഇതിൽ നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇതിനുള്ളിലൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിന് മുകളിൽ എൻട്രി എടുക്കുന്നവർ ജസ്റ്റ് ചെറിയ പോയിന്റുകളിൽ സ്കാൽപ്പ് ചെയ്തിറങ്ങാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.